ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റേസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തമിഴിൽ നമുക്ക് മനസ്സിലായി കാണുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫ്രിഡ്ജ് ടൂറാണ്. അപ്പോൾ ഈ ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും അധികം സമയം കളയാതെ നമുക്ക് ഈ ഫ്രിഡ്ജിന് തുറന്നു നോക്കാം. അപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് എൽ ജിയുടെ ഫ്രിഡ്ജാണ്. എൽ ജിയുടെ 190 ലിറ്ററിൻ്റെ ഫ്രിഡ്ജാണ് ഞങ്ങൾ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഇത് വാങ്ങിച്ചിരുന്നത് ആമസോണിൽ നിന്നാണ് കേട്ടോ. 18,000 സംതിങ് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ നല്ല ഫ്രിഡ്ജാണ് കേട്ടോ, 5 സ്റ്റാറാണ്. അപ്പോൾ അധികം കറണ്ടൊന്നും അത്ര ആവത്തില്ല. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റായിട്ട് നമുക്ക് ഐസ് ക്യൂബ്സ് കിട്ടും. ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഐസ് ക്യൂബ്സ് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകം. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. നമുക്ക് എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റുന്ന ഒരു ഫ്രിഡ്ജാണ്. അറേഞ്ച്മെൻറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെയൊക്കെ ഇത് എഗ്ഗ് വെക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്കിതിനകത്ത് എത്രയാണ്, ഒരു 8 മുട്ടയോളം നമുക്കിതിനകത്ത് വെക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയ ഇതുപോലത്തെ ഒരു സെക്ഷൻ കാണും. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ജാമോ, ഇച്ചിരി പൊക്കം, കുറച്ച് കുപ്പിയൊക്കെ വെക്കാം. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് ഞാൻ വെച്ചേക്കുന്നത് എർഷയുടെ സിറപ്പാണ്. അപ്പോൾ നമ്മൾ പാൻ കേക്കും ചോക്ലേറ്റ് മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ നല്ല എപ്പോഴും ആവശ്യം വരുന്ന സാധനമാണ്. പിന്നെ ഇത് ക്രീമാണ്. ഞാനത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങ് വീഡിയോ എടുത്തിട്ട് അങ്ങ് പൊട്ടിച്ചാൽ മതിയെന്ന്. ക്രീം മിൽക്കി മിസ്റ്റിൻ്റെ ക്രീമാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. സാധാരണ ഒരു ക്രീമിനെക്കാട്ടിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ മിക്കപ്പോഴും കറി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഏറ്റവും തലവേദനയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളിയുടെ തൊലി കളയുകയെന്ന് വെച്ചാൽ ഭയങ്കര തലവേദനയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ആക്കി വയ്ക്കുമ്പോഴത്തേക്ക് അത് എളുപ്പമുണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കറി ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ അതിൻ്റെ താഴത്തെ സെക്ഷനിൽ ഇതുപോലെ സോസൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കാണ്. ഇത് സോയാ സോസ്, ഇത് ചില്ലി സോസ്, പിന്നെ ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, വാങ്ങിച്ചതേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പുറത്ത് വെച്ചതെന്ന് വെച്ചാൽ മെൽറ്റായി പോകും ഭയങ്കരമായിട്ട്. എന്നാൽ സമ്മർ ടൈം ആയതുകൊണ്ട് ഇതൊന്നും പുറത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇത് ഒരു നല്ല ഡാർക്ക് കളറാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇത് വേറൊരു മിക്സഡ് പിക്കിളാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇഞ്ചിയുണ്ട്, മാങ്ങയുണ്ട്, നാരങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം. പിന്നെ അതിന് ബ്രെഡ് ഉണ്ട്. പിന്നെ ഇതുപോലെ കെച്ചപ്പൊക്കെ വാങ്ങിച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് കുപ്പി വാങ്ങിക്കണ്ടല്ലോ, ഇത് മതിയാവും. ഇപ്പോൾ ഇതുപോലത്തെ 2 ഫ്ലേവറിൽ കെച്ചപ്പ് ഇങ്ങനെ വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു സെക്ഷനകത്തുള്ളത്. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്, പിന്നെ അതൊക്കെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളതാണ്, തീരാറായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പിzzയൊക്കെ വാങ്ങിക്കുമ്പോഴേ അതിൻ്റെ കൂടെ ഇങ്ങനെ സോസിൻ്റെ സാഷയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് എല്ലാം ഒന്നുമില്ല, കുറച്ചൊക്കെ ഇങ്ങനെ നമ്മളെടുത്ത് വയ്ക്കും. എങ്ങാനൊക്കെ നമ്മുടെ കെച്ചപ്പൊക്കെ തീർന്നു പോവുകയാണെങ്കിൽ ഇത് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൻ്റെ താഴെയാണ് നമ്മുടെ മെയിൻ സെക്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ സമ്മർ ടൈം ഒക്കെ ആയതുകൊണ്ട് എൻ്റെ സോഡയും പിന്നെ സ്ക്വാഷും ഒക്കെ സ്ഥിരം ഇവിടെ വാങ്ങിച്ച് വയ്ക്കും കേട്ടോ. അപ്പം ആദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓറഞ്ച് സ്ക്വാഷാണ് വാങ്ങിച്ചത്. പക്ഷേ ഓറഞ്ച് സ്ക്വാഷ് വാങ്ങിച്ചിട്ട് അതത്ര എനിക്ക് ഫ്ലേവർ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്തോ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ്, അതുകൊണ്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പിന്നെ രണ്ടാമത് നമ്മൾ ഗ്രേപ്സിൻ്റെ സ്ക്വാഷ് വാങ്ങിച്ചു. ഗ്രേപ്സിൻ്റെ സ്ക്വാഷാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ ഓറഞ്ച് സ്ക്വാഷ് എടുത്തു ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിനകത്തുള്ളത് ബ്ലൂബെറിയുടെയും പിന്നെ സ്ട്രോബെറിയുടെയും ക്രഷാണ്. അപ്പോൾ നമ്മൾ കേക്കും വേറെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഡോറിൻ്റെ സൈഡിലുള്ള സെക്ഷനിലുള്ളത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങളുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫ്രീസറിലോട്ട് പോകുകയാണെങ്കിൽ അവിടെ ഒന്നും പ്രത്യേകിച്ച് നമ്മളൊന്നും വാങ്ങിച്ചു വെച്ചിട്ടില്ല. കാരണം സമ്മർ ആയതുകൊണ്ട് നമ്മൾ മീറ്റൊന്നും അധികം അങ്ങനെ വാങ്ങിച്ചു വയ്ക്കില്ല, അപ്പോൾ തന്നെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ പാലിനുള്ള സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ, ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പാലങ്ങനെ തൂവാണ്ട് സെക്യൂറായിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഇങ്ങനെയാണ് സാധനം ചെയ്ത് വെക്കുന്നത്. പിന്നെ അത് മൊത്തം പാലും അതുപോലത്തെ സാധനമാണ്. പിന്നെ അടുത്ത സെക്ഷന് വരുമ്പോഴത്തേക്കും ഇതും കുറച്ച് എന്താ പറയുക, നമ്മുടെ സമ്മർ അനുബന്ധിച്ച് വാങ്ങിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് വാങ്ങിക്കും. ഇത് മിഷ്ടിഡോയാണ്. ഇതൊക്കെയെന്ന് പറയുന്നത് യോഗട്ടാണ് കേട്ടോ. അപ്പോൾ ഈ യോഗട്ട് ഈ സമ്മർ ടൈമിൽ നമുക്ക് ഭയങ്കരമായിട്ട് ആവശ്യമുള്ള സാധനമാണ്. നമ്മുടെ ഫ്ലോറ ചേഞ്ച് ആകും. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ തന്നെ നമുക്കിത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് തന്നെ ഒരുപാട് ഫ്രൂട്ടിൻ്റെ യോഗട്ട് കിട്ടും. അപ്പോൾ ഇത് മാംഗോ ഫ്ലേവറിലുള്ളതാണ്. അപ്പോൾ ഈ ബ്ലൂബെറിയുടെ ഫ്ലേവർ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതെപ്പോഴും ഇങ്ങനെ വാങ്ങിച്ച് ഇവിടെ വെക്കും. അപ്പോൾ അതാണ് യോഗട്ട്. ഇതെന്താ സാധനം എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് നല്ല റീചാർജ് തന്നെയാണ്. കാരണം
നമുക്ക് ഈ സമ്മർ ടൈമിൽ ക്ഷീണിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇത് കുടിക്കുമ്പോഴത്തേക്കും ഭയങ്കര എനർജിയാണ് കേട്ടോ. കുറച്ച് എന്താ ഗ്ലൂക്കോസ് പോലത്തെ ഒരു സാധനമാണ്. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ. ഓറഞ്ച് ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവിടെ ഉള്ളത് ചീസാണ്. അപ്പോൾ ഈ ചീസ് നമ്മൾ വലിയൊരു കട്ട വാങ്ങിക്കുന്നതിന് പകരം ഇതുപോലെ ക്യൂബ്സ് ആയിട്ടുള്ളത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ തന്നെ അത് യൂസ് ചെയ്യാം. പിന്നെ നമുക്കതെടുത്ത് മാറ്റി വെക്കേണ്ട കാര്യം വരില്ല. അപ്പോൾ ഇതുപോലത്തെ ഏതാണ്ട് ഒരു 10 ക്യൂബ്സോ 10 ക്യൂബ്സ് ഉണ്ട്. അപ്പോൾ അത്രയും നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഓരോ തവണ എടുക്കുമ്പോഴും നമ്മൾ ഇതങ്ങ് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ ഇത് മിൽക്കി മിസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഇങ്ങനത്തെ ഒരു ബ്രാൻഡാണ്. പിന്നെ ബട്ടർ ആണെങ്കിലും എനിക്കൊരു വലിയ ബട്ടർ വാങ്ങിച്ച് വെക്കണേക്കാട്ടിലും ഇഷ്ടം ഇതുപോലെ കുട്ടി കുട്ടി പാക്കറ്റായിട്ട് വാങ്ങിച്ച് വെക്കുന്നതാണ്. അതാകുമ്പോഴത്തേക്കും നമുക്കത് സ്റ്റോർ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഓരോ തവണയും നമുക്കിത് എടുത്തിട്ട് അപ്പോൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ താഴെ ഞാൻ വെച്ചേക്കുന്നത് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ സീസണൽ ഫ്രൂട്ട്സാണ് മെയിൻലി ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സും പിന്നെ ഈ ചോക്ലേറ്റ് എപ്പോഴും കാണാറുള്ള ആളുടെ കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയതാണ്. ഇത് ഒരു വെൽക്കം കിറ്റി കൂടെ കിട്ടിയ ചോക്ലേറ്റാണ് കേട്ടോ. അപ്പോൾ അത് പുറത്ത് വെച്ചപ്പോഴത്തേക്കും മൊത്തം മെൽറ്റായിട്ട് നാശമായി. അപ്പം പിന്നെ വെച്ചു ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും ഇത് നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റാണ് കേട്ടോ ഇത്. അല്ല, ഇതുപോലത്തെ എത്രയാണ്, ഒരു 6 or 7 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു സെക്ഷനിൽ വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തിരിക്കുന്ന കാഡ്ബറീസിൻ്റെ ചോക്കോ ബേക്സ് ആണെങ്കിലും നമ്മൾ എപ്പോഴൊന്നും വാങ്ങിക്കുന്നില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇത് വാങ്ങിച്ചത്. എന്തോ ഒരു കേക്ക് വാങ്ങിക്കാൻ പറഞ്ഞാണ്, പക്ഷേ ഈ ഒരു സാധനമാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ എന്തായാലും പുറത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഇത് മെൽറ്റായിട്ട് നാശമായിപ്പോയി. അപ്പം പിന്നെ വിചാരിച്ചു ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കാമെന്ന്. അപ്പോൾ അതിനകത്ത് വെക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊക്കെ ബാക്കിയുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ വല്ലപ്പോഴൊക്കെ ഡെസേർട്ടോ സ്വീറ്റോ ഒക്കെ തിന്നാൻ ആഗ്രഹം തോന്നുമ്പോഴത്തേക്ക് ഇത് ഒരെണ്ണെടുത്ത് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതും ജ്യൂസാണ്. അപ്പം ഈ സമ്മർ ടൈം ആയതുകൊണ്ടാണ് കേട്ടോ മൊത്തം ഈ ജ്യൂസും സ്ക്വാഷും ഒക്കെ ആയിട്ടിരിക്കുന്നത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സമ്മർ ടൈമിൽ എന്തായാലും ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ കാരണം ഇവിടുത്തെ ചൂടെന്ന് പറയുന്നത് ഒരു വല്ലാത്ത ചൂടാണ്. അപ്പോൾ ഇതുപോലത്തെ ജ്യൂസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ തെലങ്കാനയിൽ നിൽക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ചൂടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എൻ്റെ തൊണ്ട ഭയങ്കര ഡ്രൈ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. പിന്നെ നമ്മൾ സീസണൽ ഫ്രൂട്ട്സാണ് ഇവിടെ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. ഈ മോന് കൊടുക്കാനുള്ളതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ അവന് കിവി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ആപ്പിളും ഇപ്പോൾ ഈയിടെയായിട്ട് മാംഗോവും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സീസണലായിട്ട് ഇവിടെ കിട്ടുന്ന ഫ്രൂട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിലോട്ട് വരുമ്പോഴത്തേക്കും എല്ലാം ഹരി സബ്ജിയാണ്. എല്ലാം ഇലകളും പിന്നെ അതുപോലെ പച്ചക്കറിയൊക്കെ അടിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കൂടുതലും വരുന്നത് ഇതുപോലെ പുതിനയില, പിന്നെ മല്ലിയില, കറിവേപ്പില, ഇതൊക്കെ പെട്ടെന്ന് വാടിപ്പോവും. അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിനകത്ത് ആക്കുവാണെങ്കിൽ കുറേ ദിവസം ഇങ്ങനെ കളർ പോകാണ്ട് വാടാതിരുന്നോളും. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ പ്ലാസ്റ്റിക് കവറിനകത്താക്കി വെച്ചേക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കുന്ന സമയത്ത് എടുക്കുവാണെങ്കിൽ എല്ലാം പുറത്ത് വെക്കുകയാണെങ്കിൽ കരിഞ്ഞിരിക്കും. അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിനകത്താക്കി വെക്കുവാണെങ്കിൽ കുറേ നാളിങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ പിന്നെയുള്ളത് ബ്രൊക്കോളിയാണ്. ബ്രൊക്കോളി ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ബ്രൊക്കോളി വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റൊന്നും അത്ര ഇഷ്ടമല്ല. പക്ഷെ എന്നാലും ഇവർക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഇങ്ങനെ ചെറുത് വാങ്ങിച്ച് വയ്ക്കും. വലുതൊന്നും വാങ്ങിക്കില്ല കേട്ടോ. ഇതുപോലെ ചെറുതൊക്കെ വാങ്ങിക്കും. ഒരു നേരം നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കും, മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അതിൻ്റെ അടിയിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ട്. അപ്പോൾ ഈ സ്പ്രിംഗ് ഓണിയനൊന്നും നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്യില്ല. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചൈനീസ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് എടുക്കാറുള്ളൂ. പച്ചമുളക് ഇതുപോലെ അതിൻ്റെ ആ ഒരു അടിഭാഗത്തെ അരിഞ്ഞിട്ട് കളഞ്ഞ് ഇങ്ങനെ വെക്കുവാണെങ്കിൽ അധികം ചീത്തയാവാതിരിക്കും കേട്ടോ. അപ്പം എപ്പോഴും ഞാനിങ്ങനെയൊന്നും ചെയ്യാറില്ല. വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ മാത്രമേ ഇങ്ങനെ ചെയ്ത് വയ്ക്കും. അപ്പോൾ കുറേ നാളങ്ങനെ ഇരിക്കും. പിന്നെ ഒരു തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കേർഡിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ വെച്ചേക്കുന്നത്. ഇനി താഴോട്ട് പോകുകയാണെങ്കിൽ പച്ചക്കറികളാണ് കേട്ടോ. പച്ചക്കറി വെക്കാനുള്ളൊരു ബോക്സാണത്. അപ്പോൾ അതിനകത്ത് പച്ചക്കറികൾ മാക്സിമം ഈ ഒരു സമയം നമ്മൾ കുറവ് വാങ്ങിക്കുന്നത്. കാരണം നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുവാണെങ്കിൽ തന്നെ അത്ര ഫ്രഷ് നമുക്ക് ഈ ഒരു സമ്മർ ടൈമിൽ കിട്ടില്ല. അപ്പം മാക്സിമം വാങ്ങിക്കുന്ന അന്ന് ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനകം തന്നെ യൂസ് ചെയ്യുന്നതാണ് സാധാരണ പതിവ്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെയാണെങ്കിൽ കുറച്ചധികം ദിവസം നിൽക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ കുട്ടി ഫ്രിഡ്ജിലുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ശ്രീ.